ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം എത്തിയത് കെനിയയിലേക്കാണ്. അവാർഡിന് അർഹനായ മാത്യൂസ് തോമസ് പുളിക്കൻ കെനിയയിലാണ് താമസം. കെനിയയിലെ ജോലി തിരക്കിനിടയിലാണ് സംഗീതത്തെയും മാത്യൂസ് ഹൃദയത്തോട് ചേർക്കുന്നത്. ജിയോ ബേബി സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം കാതൽ ദ കോർ. ക്വീർ രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമയുടെ ഉള്ളുലയ്ക്കുന്ന സംഗീതത്തിന് പിന്നിലെ 32-കാരൻ മാത്യൂസ് തോമസ് പുളിക്കൻ. കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശിയെങ്കിലും കെനിയയിലാണ് താമസം. അവിടെ ബിസിനസ് തിരക്കിനിടയിലാണ് കാതൽ ദ കോറിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി സംവിധായകൻ ജിയോ ബേബിയുമായുള്ള സൗഹൃദത്തിനില്ല. അങ്ങനെയാണ് ആദ്യം ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ ഒരു പാട്ടിനും പിന്നീട് ശ്രീധന്യ കാറ്റേഴ്സ്, കാതൽ എന്നീ സിനിമകളിലേക്കും എത്തുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. കാര്യം ഇത് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അവാർഡായിരുന്നു. കാര്യം ഈ പ്രാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്ന ഒരു വിഭാഗമായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും മ്യൂസിക് എല്ലാം. അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുമെന്ന്. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ടെലിവിഷനിൽ കാണുന്ന പല പ്രധാനപ്പെട്ട പരസ്യചിത്രങ്ങളിലെയും പിന്നിലെ പശ്ചാത്തല സംഗീതം മാത്യൂസ് തോമസ് പുളിക്കൻ്റേതാണ്. ഇതുവരെ 4 സിനിമകൾ ചെയ്തു. കെനിയയിൽ താമസമായതിനാൽ സ്ഥിരമായി ഈ ജോലി കഴിയില്ല. എങ്കിലും കോളേജ് മുതൽ തുടങ്ങിയ ഇഷ്ടം വഴിയിൽ ഉപേക്ഷിക്കാനും തയ്യാറല്ല. 24 തിരുവനന്തപുരം.